ആ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ദിവസം മുതൽ ദേവികയുടെ ജീവിതം വീണ്ടും പഴയ ചക്രത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷേ പുറമേ കാണുന്ന ആ മടങ്ങിപ്പോക്കിന് പിന്നിൽ ഒരു വലിയ മാറ്റമുണ്ടായിരുന്നു. അവൾ ഇനി പഴയ ദേവികയായിരുന്നില്ല. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒന്നും മാറിയതായി തോന്നില്ല. അതേ വീട്, അതേ മനുഷ്യർ, അതേ ദിനചര്യകൾ. എന്നാൽ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുമ്പോഴും ദേവികയുടെ ഉള്ളിൽ എന്തോ ഒന്ന് നിശബ്ദമായി. എന്നാൽ ആഴത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. ആ മാറ്റം ആരും കണ്ടില്ല, അല്ലെങ്കിൽ ആരും കാണാൻ ശ്രമിച്ചില്ല. പിറ്റേന്ന് രാവിലെ അലാറം മുഴങ്ങുന്നതിന് എത്രയോ മുമ്പേ അവൾ എഴുന്നേറ്റു. ഉറക്കം ശരിയായി കിട്ടിയിരുന്നില്ല. രാത്രി മുഴുവൻ കണ്ണടച്ചു കിടന്നെങ്കിലും അവളുടെ മനസ്സ് മാത്രം ആ വിവാഹവേദിയിൽ കേട്ട അപ്രിയമായ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് വേദനിച്ചു കൊണ്ടിരുന്നു. അടുക്കളയിലെ ലൈറ്റ് തെളിഞ്ഞതോടെ പതിവ് പോലെ അവളുടെ ദിവസത്തെ ജോലികൾ ആരംഭിച്ചു. ചായ തിളപ്പിക്കുമ്പോഴും പ്രഭാത ഭക്ഷണം തയ്യാറാക്കുമ്പോഴും അവളുടെ മനസ്സ് ഇവിടെയൊന്നുമായിരുന്നില്ല. നഷ്ടപ്പെട്ടു പോയ പഴയ സന്തോഷങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവൾ ആണ്ടുപോയി. അല്പസമയത്തിനു ശേഷം രഞ്ജിത്ത് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ഇറങ്ങി. മേശപ്പുറത്ത് ആവി പറക്കുന്ന ഭക്ഷണം വിളമ്പിവെച്ച ദേവിക പ്രതീക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഒരു വാക്ക്, വെറും ഒരു നേർത്ത വാക്കെങ്കിലും അവൻ സംസാരിക്കുമോ എന്ന ചെറിയൊരു പ്രതീക്ഷ ഇപ്പോഴും അവളുടെ ഉള്ളിൻ്റെ അവശേഷിച്ചിരുന്നു. പക്ഷേ അവനൊരു വാക്കുപോലും ഉരിയിടാതെ നിശബ്ദമായി ഭക്ഷണം കഴിച്ചു തീർത്തു. തുടർന്ന് കാറിന്റെ താക്കോലുമെടുത്ത് ഒരിക്കൽ പോലും അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ പുറത്തേക്ക് നടന്നു. ഗേറ്റ് അടയുന്ന കനത്ത ശബ്ദം കേട്ടപ്പോൾ ദേവിക അറിയാതെ തന്നെ ജനലരികിലേക്ക് നടന്നു നീങ്ങി. കാർ റോഡിന്റെ വളവ് തിരിഞ്ഞ് പൂർണ്ണമായും കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൾ അവിടെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ എന്നെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച ആ മനുഷ്യൻ എപ്പോഴാണ് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറിപ്പോയത് എന്ന്. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി നൽകാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ അടുക്കളയിൽ നിന്ന് പെട്ടെന്നുയർന്ന കടുപ്പമേറിയ ഒരു ശബ്ദം അവളെ വീണ്ടും യാഥാർത്ഥ്യത്തിന്റെ കയ്പിലേക്ക് കൊണ്ടുവന്നു. ലളിതയായിരുന്നു അത്. രാവിലെ മുതൽ വീട്ടിലെ ഓരോ ജോലിയും ദേവിക തളരാതെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും അവരുടെ കണ്ണിൽ അതൊന്നും ഒരിക്കലും മതിയാകുമായിരുന്നില്ല. കഴുകിവെച്ച പാത്രങ്ങളിൽ വെള്ളത്തുള്ളി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കുറ്റം. മേശപ്പുറത്ത് കാണാക്കാഴ്ചയായി ഒരു പൊടിപടലം കണ്ടെന്ന് പറഞ്ഞു കുറ്റം. ജനൽ ചെല്ലി ശരിയായി തുടച്ചില്ലെന്ന് പറഞ്ഞ് വേറൊരു കുറ്റം. ദേവിക എന്തു ചെയ്താലും അതിലൊരു കുറവ് കണ്ടെത്താൻ മാത്രം ശ്രമിക്കുന്നത് പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ആദ്യമൊക്കെ താൻ ചെയ്ത കാര്യങ്ങൾ ന്യായീകരിക്കാനും വിശദീകരിക്കാനും അവൾ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനു പോലും അവൾ മുതിർന്നില്ല. കാരണം താൻ നൽകുന്ന യാതൊരു വിശദീകരണവും കേൾക്കാൻ അവിടെ ആരുമില്ലെന്ന് അവൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഉച്ചയായപ്പോഴേക്കും കഠിനമായ ക്ഷീണം കാരണം അവൾ സോഫയിൽ അല്പസമയം തളർന്നിരുന്നു. അപ്പോഴാണ് ഭിത്തിയിൽ തൂങ്ങിയിരുന്ന വലിയ വിവാഹ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ യാദൃശ്ചികമായി പതിഞ്ഞത്. ആ ചിത്രത്തിൽ രഞ്ജിത്ത് തിളങ്ങുന്ന മുഖത്തോടെ ചിരിക്കുന്നു. ഒപ്പം അവളും. ആ പഴയ ചിരി കണ്ടപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ ചിത്രത്തിലുണ്ടായിരുന്ന അളവറ്റ സന്തോഷം ജീവിതത്തിലെ ഏത് ഘട്ടത്തിലാണ് തങ്ങൾക്ക് നഷ്ടമായതെന്ന് ഓർത്തെടുക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ലളിതയുടെ ഫോൺ ഉച്ചത്തിൽ മുഴങ്ങിയത്. അവർ ആരോടോ വളരെ സന്തോഷത്തോടും ആവേശത്തോടും സംസാരിക്കുകയായിരുന്നു. സംസാരം കഴിഞ്ഞ ഉടനെ അവർ അടുക്കളയിലേക്ക് വന്ന് വളരെ സാധാരണ മട്ടിൽ പറഞ്ഞു, ഇന്ന് വൈകിട്ട് അമ്മാവിയും അവരുടെ കുടുംബവും ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ വാക്ക് കേട്ട നിമിഷം ദേവികയുടെ കയ്യിലിരുന്ന സ്റ്റീൽ ഗ്ലാസ് അറിയാതെ ഒന്ന് വിറച്ചു. ബന്ധുക്കൾ വരുന്നു എന്നത് അവൾക്ക് ഒരിക്കലും ഒരു സന്തോഷ വാർത്തയായിരുന്നില്ല. കാരണം അവർ വരുമ്പോഴെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് അവളുടെ പാചക നൈപുണ്യമോ വീട്ടുജോലിയോ ആയിരുന്നില്ല, മറിച്ച് അവളുടെ ആത്മാഭിമാനമായിരുന്നു. ഓരോ വാക്കിലും പ്രവൃത്തിയിലും അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സ്വന്തം വ്യക്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് അവൾക്ക് ഓർക്കാൻ വയ്യായിരുന്നു. അവളൊന്നും തിരിച്ചു പറയാതെ നിശബ്ദയായി വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. തന്റെ മനസ്സിന്റെ ഭാരം ഉള്ളിലൊതുക്കി അവൾ വൈകുന്നേരത്തെ സൽക്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. വൈകുന്നേരം 4 മണിയോടെ ആ വീടിന്റെ നിശബ്ദത പതിയെ മാറിത്തുടങ്ങി. ഒന്നിനു പിന്നാലെ ഒന്നായി കാറുകൾ വീടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. ലളിത രാവിലെ പറഞ്ഞതുപോലെ തന്നെ അമ്മാവിയും അവരുടെ കുടുംബവും കുറച്ചടുത്ത ബന്ധുക്കളും എത്തിയിരുന്നു. നിമിഷ നേരം കൊണ്ട് വീട്ടിൽ വലിയൊരു ആഘോഷത്തിന്റെ പ്രതീതിയായി. ആളുകൾ പരസ്പരം ചിരിച്ചുകൊണ്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും അകത്തേക്ക് കയറുമ്പോൾ അടുക്കളയിൽ അവസാനവട്ട ഒരുക്കങ്ങളുടെ തിരക്കിലായിരുന്നു ദേവിക. രാവിലെ മുതൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാവകാശം ലഭിക്കാതെ അവൾ വീടിനുള്ളിലൂടെ ഓടി നടക്കുകയായിരുന്നു. എത്തിയ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വ്യത്യസ്ത വിഭവങ്ങൾ വളരെ ശ്രദ്ധയോടെ അവൾ തയ്യാറാക്കി. ചായക്കുള്ള പലഹാരങ്ങളും സന്ധ്യാസമയത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കി. അതിനുശേഷമാണ്
അവൾ ഓരോരുത്തരെയായി ചെന്ന് കണ്ടത്. വീട്ടിലേക്ക് വന്ന എല്ലാവരെയും മുഖത്ത് പുഞ്ചിരി വരുത്തി അവൾ സ്വീകരിച്ചു. എന്നാൽ ആ പുഞ്ചിരി അവളുടെ മനസ്സിൽ നിന്ന് ഉള്ളതായിരുന്നില്ല. മറിച്ച് ആ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവൾ കാലങ്ങളായി പരിശീലിച്ചെടുത്ത ഒരു ശീലമായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാളിൽ എല്ലാവരും ഒത്തുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ ദേവിക ട്രൈയിലാക്കി ചൂട് ചായയും പലഹാരങ്ങളും കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മുന്നിൽ വളരെ ബഹുമാനത്തോടെ കപ്പ് വെച്ചു കൊടുക്കുമ്പോൾ ചിലർ അവളോട് സ്നേഹത്തോടെ കുശലാന്വേഷണങ്ങൾ നടത്തി. ചിലർ വെറുതെ പുഞ്ചിരിച്ചു. പക്ഷേ അവരിൽ ചിലരുടെ മൂർച്ചയുള്ള നോട്ടം മാത്രം ദേവികയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ആ നോട്ടങ്ങളിൽ അവളോടുള്ള സഹതാപത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കൗതുകങ്ങൾ കണ്ടുപിടിക്കാനുള്ള താല്പര്യമായിരുന്നു മുഴച്ചു നിന്നത്. ചായ കൊടുത്തു കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഹാളിൽ നിന്ന് ഉയർന്ന ലളിതയുടെ ശബ്ദം അവളുടെ കാലുകളെ തളർത്തി നിർത്തി. ലളിത ബന്ധുക്കളോട് സംസാരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ സാധാരണ കുടുംബവിശേഷങ്ങളായിരുന്നു വിഷയം. എന്നാൽ പിന്നീട് സംസാരം പതിയെ ദേവികയിലേക്ക് തിരിഞ്ഞു. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എത്ര തരം താഴ്ത്തി പറഞ്ഞാലും ചില കാര്യങ്ങൾ അവളുടെ തലയിൽ കയറുന്നില്ലെന്നും ഒടുവിൽ താൻ തന്നെ നോക്കി നടത്തേണ്ടി വരികയാണെന്നും ലളിത എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിഹസിച്ചു. അത് കേട്ട് അവിടെ ഇരുന്ന് ചിലർ ചെറുതായി ചിരിച്ചു. ദേവിക ഒന്നും കേൾക്കാത്ത മട്ടിൽ അടുക്കളയിലേക്ക് നടന്നെങ്കിലും ലളിതയുടെ ഓരോ വാക്കും ഒരു മുള്ളുപോലെ അവളുടെ ചെവിയിൽ പതിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം രാത്രിയിലെ ഭക്ഷണം വിളമ്പാൻ സമയമായി. എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്ന ചുമതലയും ദേവികക്കായിരുന്നു. സ്വന്തം ക്ഷീണവും മനസ്സിലെ മുറിവുകളും മറന്ന് ഓരോരുത്തരുടെയും ചെറിയ ആവശ്യങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവൾ ഓടി നടന്ന് ചെയ്തത്. ഒടുവിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ തളർച്ചയോടെ അടുക്കളയിൽ നിന്നുകൊണ്ട് പാത്രങ്ങൾ ഒതുക്കുകയായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഹാളിൽ നിന്ന് ലളിതയുടെ ശബ്ദമുയർന്നത്. ഈ തവണ ആ ശബ്ദത്തിന് മുമ്പത്തേക്കാൾ കൂടുതൽ മൂർച്ചയും കാഠിന്യവും ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, എന്നിട്ടും ഈ വീട്ടിലേക്ക് ഒരു നല്ല വാർത്ത പോലും കൊണ്ടുവരാൻ ഇവൾക്കായില്ല. വിധി ചിലപ്പോൾ ഇങ്ങനെയാകും, അവർ ഒരുതരം കൃത്രിമ ചിരിയോടെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് അവിടെ ഇരുന്ന ചില ബന്ധുക്കൾ പരസ്പരം ഇറങ്ങലിച്ചു നോക്കി. അപ്പോൾ കൂട്ടത്തിലൊരാൾ വളരെ സ്വാഭാവികമായി എന്ന മട്ടിൽ പറഞ്ഞു, അതിനെന്താ, രഞ്ജിത്ത് ഇപ്പോഴും ചെറുപ്പമല്ലേ, അവനൊരു രണ്ടാമത്തെ കാര്യം നോക്കിയാ പോരെ. ആ വാചകം പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇരുന്ന എല്ലാവർക്കും അതിൻ്റെ വിഷലിപ്തമായ അർത്ഥം മനസ്സിലായിരുന്നു. വീട്ടിലാകെ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച നിശബ്ദത നിറഞ്ഞു. അടുക്കളയിൽ പാത്രം കഴുകുകയായിരുന്ന ദേവികയുടെ കൈകൾ വിറച്ചു. അവളുടെ കയ്യിലിരുന്ന സ്റ്റീൽ പാത്രം കൈവിട്ട് സിങ്കിലേക്ക് വലിയ ശബ്ദത്തോടെ വീണു. ആ കടുത്ത ശബ്ദം കേട്ട് എല്ലാവരും ഒരു നിമിഷം അടുക്കളയിലേക്ക് നോക്കി. ദേവിക ഉടനെ താഴേക്ക് കുനിഞ്ഞ് പാത്രമെടുത്തു. ആരും തൻ്റെ കണ്ണുകൾ കാണാതിരിക്കാൻ അവൾ പരിശ്രമിച്ചു. കാരണം അപ്പോഴേക്കും അവൾക്ക് അടക്കാനാവാത്ത കണ്ണുനീർ ഒഴുകിയിരുന്നു. അപ്പോഴാണ് ഓഫീസിലെ ജോലി കഴിഞ്ഞ് രഞ്ജിത്ത് വീട്ടിലെത്തിയത്. ഹാളിൽ ബന്ധുക്കളെ കണ്ടതോടെ അവൻ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു. ദേവിക ഒന്ന് നിവർന്ന് പ്രത്യാശയോടെ അവനെ നോക്കി. ഒരിക്കൽ തൻ്റെ മനസ്സ് പൂർണ്ണമായും വായിച്ചിരുന്ന മനുഷ്യനായിരുന്നു അവൻ. ഇന്നിവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുമെന്ന ചെറിയൊരു പ്രതീക്ഷ അവളുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്നു. എന്നാൽ കുറച്ചു നേരം മുമ്പ് നടന്ന കാര്യങ്ങൾ ആരോ രഞ്ജിത്തിനോട് സൂചിപ്പിച്ചപ്പോഴും അവൻ അസ്വസ്ഥനായില്ല. അവൻ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ അവൻ മറ്റൊരു വിഷയത്തിലേക്ക് സംസാരം മാറ്റി. ആ നിമിഷം ദേവികയുടെ അവസാനത്തെ പ്രതീക്ഷയും തരിപ്പണമായി. ലളിതയുടെ വാക്കുകളേക്കാൾ സ്വന്തം ഭർത്താവിൻ്റെ ആ നിഷ്ഠൂരമായ മൗനമാണ് അവളെ ആഴത്തിൽ മുറിപ്പെടുത്തിയത്. അന്ന് ആദ്യമായി ആ വീട്ടിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയെന്ന് അവൾക്ക് ബോധ്യമായി. പക്ഷേ ഇത്രയും കാലം അനുഭവിച്ച നിശബ്ദതയ്ക്കിനി വിരാമമിടാൻ അവൾ ഉറപ്പിച്ചിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ അടക്കിവെച്ച വേദനയും ആത്മാഭിമാനവും അടുത്ത നിമിഷത്തിൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ വീട്ടിലെ അന്തരീക്ഷം പെട്ടെന്ന് പൂർണ്ണമായും മാറിയിരുന്നു. കുറച്ചു സമയം മുമ്പ് വരെ ഉച്ചത്തിൽ ചിരിച്ചും തമാശകൾ പറഞ്ഞുമിരുന്ന ബന്ധുക്കൾ പോലും ഇപ്പോൾ വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. അടുക്കളയിലെ ഇരുട്ടിൽ നിന്ന് പതിയെ പുറത്തിറങ്ങിയ ദേവികയുടെ മുഖത്ത് മുമ്പുണ്ടായിരുന്ന വിനീതമായ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ക്ഷീണത്തേക്കാൾ കൂടുതൽ നിറഞ്ഞു നിന്നത് വർഷങ്ങളായി ഉള്ളിലൊതുക്കി വെച്ച കടുത്ത വേദനയും കനൽ പോലെയുള്ള ആത്മാഭിമാനവുമായിരുന്നു. അവൾ പതറാത്ത ചുവടുകളോടെ പതിയെ ഹാളിലേക്ക് നടന്നു വന്നു. അവിടെ ഇരുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് അവൾ ഒന്ന് കണ്ണോടിച്ചു. എന്നാൽ ഇത്തവണ അവരിൽ ആരും അവളുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ തയ്യാറായില്ല. ചിലർ കുറ്റബോധത്തോടെ തല താഴ്ത്തിയിരുന്നു. മറ്റു ചിലരാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ സ്വാഭാവികത നടിച്ചു മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കാൻ വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം താൻ ഇനിയും മൗനമായി നിന്നാൽ
ഇവർ നൽകുന്ന അപമാനങ്ങളും ആക്ഷേപങ്ങളും ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് ദേവികയ്ക്ക് വ്യക്തമായി മനസ്സിലായി. വർഷങ്ങളായി ഉള്ളിൽ കെട്ടിക്കിടന്ന ആ കനത്ത വേദന ഒടുവിൽ അവളുടെ വാക്കുകളായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. താൻ ഈ വീട്ടിലേക്ക് ഒരു മരുമകളായി കടന്നു വന്ന ദിവസം മുതൽ ഈ കുടുംബത്തെ സ്വന്തം കുടുംബമായാണ് കണ്ടതെന്നും സ്വന്തം സന്തോഷങ്ങളും ചെറുപ്പകാലത്തെ ആഗ്രഹങ്ങളും പൂർണ്ണമായും മാറ്റിവെച്ചാണ് ജീവിച്ചതെന്നും അവൾ തുറന്നു പറഞ്ഞു. ഒരു അധ്യാപിക എന്ന നിലയിൽ തനിക്കുണ്ടായിരുന്ന സ്വതന്ത്രമായ ജീവിതവും പ്രൊഫഷൻ പോലും ഭർത്താവിൻ്റെ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് താൻ ഉപേക്ഷിച്ചതെന്ന് അവൾ ഓർമ്മിപ്പിച്ചു. ആ ജോലി വെറും ഒരു മാസശമ്പളത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ലെന്നും അത് തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നുവെന്നും അവൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ വലിയ തീരുമാനമെടുത്ത ദിവസം മുതൽ ഇന്ന് വരെ ഒരിക്കൽ പോലും നീ ഞങ്ങൾക്കു വേണ്ടി ഇത്ര വലിയൊരു ത്യാഗം ചെയ്തല്ലോ എന്ന് ഈ വീട്ടിൽ ആരും തന്നോട് പറഞ്ഞിട്ടില്ലെന്നും പകരം ഓരോ ദിവസവും താൻ കേട്ടത് പുതിയ പുതിയ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നുവെന്നും പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം പതിയെ ഇടറാൻ തുടങ്ങി. തനിക്ക് കുഞ്ഞില്ലെന്ന കാരണം പറഞ്ഞ് വീട്ടുകാരും ബന്ധുക്കളും നിരന്തരം അധിക്ഷേപിച്ചപ്പോഴും ഒരു ദിവസം പോലും ആരും അതിന് പിന്നിലെ യഥാർത്ഥ സത്യം അന്വേഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് അവൾ തുറന്നടിച്ചു. താൻ തനിയെ ആശുപത്രിയിൽ പോയി കൃത്യമായ പരിശോധനകൾ നടത്തിയതും ഡോക്ടർ നൽകിയ റിപ്പോർട്ടിൽ തനിക്ക് ആരോഗ്യപരമായ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് വ്യക്തമായി തെളിഞ്ഞതും അവൾ ഉറക്കെ വെളിപ്പെടുത്തി. തങ്ങൾ രണ്ടുപേരും ചേർന്ന് കൃത്യമായ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതെന്നും എന്നാൽ ആ പരിശോധന നടത്താൻ പോലും രഞ്ജിത്ത് തയ്യാറായില്ലെന്നും അവൾ തുറന്നു പറഞ്ഞപ്പോൾ അവിടെയിരുന്ന ബന്ധുക്കളുടെ മുഖത്തെ ഭാവം ആകെ മാറി. അവരിൽ പലർക്കും ആ രഹസ്യം ആദ്യമായാണ് അറിയാൻ സാധിക്കുന്നത്. ആ സത്യം കേട്ടതോടെ ഹാളിൽ വീണ്ടും കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. അപ്പോഴാണ് ലളിത കോപത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റത്. ദേവിക പറഞ്ഞ സത്യങ്ങളൊന്നും അംഗീകരിക്കാൻ അവർ ഒട്ടും തയ്യാറായിരുന്നില്ല. താൻ ഈ വീട്ടിലെ മുതിർന്ന ആളാണെന്നും തന്നെ ചോദ്യം ചെയ്യാൻ തക്കവണ്ണം ഈ വീട്ടിൽ ആരും വളർന്നിട്ടില്ലെന്നും അവർ വളരെ ദേഷ്യത്തോടെ ഉറക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ ദേവിക ഭയന്ന് തലകുനിച്ചില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ കണ്ണുകളിൽ ആദ്യമായി വിട്ടുകൊടുക്കാത്ത ആത്മാഭിമാനത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. അപ്പോഴാണ് രഞ്ജിത്ത് ഇരുന്നിടത്ത് നിന്ന് പതിയെ എഴുന്നേറ്റത്. അവന്റെ മുഖത്ത് കടുത്ത ദേഷ്യം വ്യക്തമായിരുന്നു. സ്വന്തം ഭാര്യ വർഷങ്ങളായി അനുഭവിച്ച സങ്കടങ്ങൾ കേട്ടിട്ടും അവൻ ഒരു നിമിഷം പോലും അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പകരം അവിടെയുണ്ടായിരുന്ന ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അവൻ ദേവികയെ തന്നെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. കുടുംബത്തിന്റെ അന്തസ്സും മാന്യതയും നശിപ്പിച്ചതും ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അനാവശ്യ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് സംസാരിച്ചതും സ്വന്തം അമ്മയെ അപമാനിച്ചതുമെല്ലാം ദേവികയുടെ മാത്രം തെറ്റാണെന്ന് അവൻ കടുപ്പത്തിൽ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതോടെ ദേവികയുടെ മനസ്സിലുണ്ടായിരുന്ന അവസാന പ്രതീക്ഷയുടെ വെളിച്ചവും പൂർണ്ണമായി മാഞ്ഞുപോയി. പണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് കൈപിടിച്ച മനുഷ്യനാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ക്രൂരമായി ഒറ്റപ്പെടുത്തുന്നത്. അവൾ പിന്നീട് ഒന്നും തിരിച്ചു പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾ ആ വീട്ടിൽ ആരും ഒന്നും സംസാരിക്കാനാവാതെ സ്തംഭിച്ചു നിന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഓരോരുത്തരായി വിറങ്ങലിച്ച മനസ്സോടെ യാത്ര പറഞ്ഞിറങ്ങി. എന്നാൽ അവർ പടിയിറങ്ങിപ്പോയത് ഒരു സാധാരണ കുടുംബ വീട്ടിൽ നിന്നായിരുന്നില്ല, മറിച്ച് എന്നേക്കുമായി സമാധാനം തകർന്നടിഞ്ഞ ഒരു തടവറയിൽ നിന്നായിരുന്നു. മുൻവശത്തെ കനത്ത വാതിൽ അടഞ്ഞ ശബ്ദം കേട്ടതോടെ ദേവികയ്ക്ക് കാര്യം വ്യക്തമായി. യഥാർത്ഥ കൊടുങ്കാറ്റ് ഇനി ഇവിടെ അഴിച്ചുവിടാൻ പോവുകയാണെന്ന്. രഞ്ജിത്തിന്റെ മുഖത്ത് ഇതുവരെ അവൾ കണ്ടിട്ടില്ലാത്ത വിധം ഭയാനകമായി ദേഷ്യം നേളിച്ചിരുന്നു. ബന്ധുക്കൾ എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ആ വീട്ടിൽ വീണ്ടും കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മുമ്പുണ്ടായിരുന്നത് പോലുള്ള ശാന്തതയോ സമാധാനമോ ഇല്ലായിരുന്നു. പുറത്ത് രാത്രി പതിയെ ഇരുട്ട് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ വീട്ടിനുള്ളിൽ അപായകരമായ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയായിരുന്നു. ദേവിക അടുക്കളയിൽ പതിവ് പോലെ പാത്രങ്ങൾ കഴുകി ഒതുക്കുകയായിരുന്നു. അവളുടെ കൈകൾ യാന്ത്രികമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പ് ഹാളിൽ നടന്ന അപ്രിയമായ സംഭവങ്ങളിലായിരുന്നു. ലളിതയുടെ മൂർച്ചയുള്ള വാക്കുകളും ബന്ധുക്കളുടെ പരിഹാസച്ചിരിയും അതിലുപരി രഞ്ജിത്തിന്റെ ക്രൂരമായ മൗനവും അവളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് രഞ്ജിത്തിന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദമുയർന്നത്. ആ ശബ്ദത്തിൽ ഒരിക്കൽ താൻ നെഞ്ചിലേറ്റിയ സ്നേഹത്തിന്റെയോ ആർദ്രതയുടെയോ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല, മറിച്ച് കടുത്ത ദേഷ്യം മാത്രമായിരുന്നു. അവൻ നേരെ ദേവികയുടെ മുന്നിലേക്ക് ചുവടുകൾ വെച്ച് ഹാളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവളെ വിചാരണ ചെയ്യാൻ തുടങ്ങി. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് കുടുംബത്തിന്റെ അഭിമാനം മണ്ണിലാക്കിയെന്നും തന്നെ വളർത്തിയ അമ്മയെ പരസ്യമായി അപമാനിച്ച് വിഷമിപ്പിച്ചത് വലിയൊരു തെറ്റായി പോയെന്നും അവൻ തുടർച്ചയായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത്രയും വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ ആദ്യമായി ദേവിക അവനെ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു.
ഇത്രയും കാലം ഈ വീട്ടിലെ എല്ലാ കുറ്റങ്ങളും നിശബ്ദമായി ഏറ്റുവാങ്ങി മിണ്ടാതിരുന്നത് താനാണെന്നും ഒരു ദിവസം പോലും സ്വന്തം ഭാഗം കേൾക്കാൻ ഇവിടെ ആരും തയ്യാറായിട്ടില്ലെന്നും അവൾ ശാന്തമായി പറഞ്ഞു. സ്വന്തം ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്ന അധ്യാപിക എന്ന പവിത്രമായ ജോലി പോലും ഈ കുടുംബത്തിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമാണ് താൻ വേണ്ടെന്ന് വെച്ചതെന്ന് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. ആ ത്യാഗപൂർണമായ തീരുമാനമെടുത്ത ദിവസം മുതൽ ഇന്നുവരെ താൻ ഒരിക്കൽ പോലും പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു നല്ല ഭാര്യയായി, വിശ്വസ്തയായ മരുമകളായി ഈ വീട്ടിലെ തന്റെ ഓരോ ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിറവേറ്റിയാണ് ജീവിച്ചതെന്നും അവൾ തുറന്നടിച്ചു. എന്നിട്ടും ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു വാക്കുകൊണ്ട് പോലും തന്നോട് സ്നേഹമോ ബഹുമാനമോ കാണിക്കാൻ ആരും തയ്യാറായില്ല. തനിക്ക് കുഞ്ഞില്ലെന്ന കാര്യം പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും കുറ്റപ്പെടുത്തിയപ്പോഴും, ആശുപത്രിയിൽ പോയി പരിശോധന നടത്തി തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയപ്പോഴും ഒരൊറ്റ പ്രാവശ്യം പോലും തൻ്റെ കൂടെ നട്ടലോടെ നിൽക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ലെന്ന സത്യം അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവളുടെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ലളിത ഹാളിൽ നിന്ന് കലിത്തുള്ളി അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വന്നു. ദേവിക പറയുന്നത് മുഴുവൻ തടിയൂരാനുള്ള വെറും ന്യായീകരണങ്ങൾ മാത്രമാണെന്നായിരുന്നു അവരുടെ നിലപാട്. ഒരു കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുതിർന്നവർ പറയുന്നത് കേട്ട് അടങ്ങിയിരിക്കണമെന്നും ഓരോ കാര്യത്തിനും ഇത്തരത്തിൽ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്നും അവർ ഉറച്ച ശബ്ദത്തിൽ മുന്നറിയിപ്പ് നൽകി. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന അവസാന പ്രതീക്ഷയുടെ വെളിച്ചവും അണഞ്ഞുപോയി. അവൾ പതിയെ രഞ്ജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരു ചെറിയ പിന്തുണയെങ്കിലും ഉണ്ടാക്കുമെന്ന് അവൾ കൊതിച്ചു. പക്ഷേ അവിടെ കണ്ടത് തികഞ്ഞ അനുകമ്പയില്ലായ്മയും ദയയില്ലാത്ത കടുപ്പവും മാത്രമായിരുന്നു. ഒടുവിൽ രഞ്ജിത്ത് വളരെ തണുത്ത ശബ്ദത്തിൽ ആ അന്ത്യശാസനം നൽകി. ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങളുടെ രീതിയിൽ, ഞങ്ങൾ പറയുന്നത് പോലെ ജീവിക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം ദേവികയുടെ ഉള്ളിൽ എന്തോ ഒന്ന് എന്നേക്കുമായി മരിച്ചുപോയി. പക്ഷേ അവൾ തളർന്നു വീണില്ല. വഴക്കുണ്ടാക്കാനോ കരഞ്ഞ് അപേക്ഷിക്കാനോ മുതിർന്നതുമില്ല. തികച്ചും ശാന്തമായി സ്വന്തം മുറിയിലേക്ക് നടന്നു. അലമാര തുറന്ന് ഒരു ചെറിയ ബാഗ് എടുത്ത് അത്യാവശ്യമുള്ള കുറച്ച് വസ്ത്രങ്ങൾ മാത്രം അതിൽ എടുത്തു വെച്ചു. അപ്പോഴാണ് മേശപ്പുറത്തിരുന്ന തങ്ങളുടെ വിവാഹ ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ഒരിക്കൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മയായിരുന്നു ആ ചിത്രം. ഇന്ന് വെറും ഒരു നിഷ്പ്രഭമായ അടയാളം മാത്രമായി അവൾക്ക് തോന്നി. ആ ഫോട്ടോ കയ്യിലെടുത്ത് ഒരു നിമിഷം നോക്കിയ ശേഷം അവൾ അത് പഴയ സ്ഥാനത്ത് തന്നെ തിരികെ വെച്ചു. ചില ഓർമ്മകൾ കൂടെ കരുതാതെ ഉപേക്ഷിച്ചു പോകുന്നതാണ് ഭാവിക്ക് നല്ലതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ബാഗുമെടുത്ത് ഹാളിലേക്ക് വന്നപ്പോഴും ലളിതയും രഞ്ജിത്തും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പടിയിറങ്ങി പോകുന്ന അവളെ തടയാനോ പോകരുത് എന്ന് ഒരു വാക്ക് പറയാനോ ആരും ശ്രമിച്ചില്ല. ആ നിമിഷം ഈ വീട്ടിൽ തനിക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് അവൾ പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിക്കുമ്പോഴും അത് സ്വന്തം കണ്ണുനീരാണോ അതോ പെയ്യുന്ന മഴയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവൾ നിശ്ചലമായിരുന്നു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ നാളെ എന്താണ് ചെയ്യേണ്ടതെന്നോ അവൾക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി അവൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അപ്പോഴാണ് അവളുടെ കയ്യിലിരുന്ന ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ആ പേര് കണ്ട നിമിഷം അവളുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ ആശ്വാസത്തിന്റെ കണ്ണുനീർ തുള്ളികൾ പൊഴിഞ്ഞു. അച്ഛൻ. പുറത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു. വിജനമായ റോഡരികിലൂടെ തളർന്ന ചൂടുകളോടെ നടന്നുകൊണ്ടിരുന്ന ദേവികക്ക് മുന്നിലുള്ള വഴി പോലും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകിയ കണ്ണുനീരും മുഖത്തേക്ക് അടിച്ചുപതിച്ച മഴത്തുള്ളികളും ഒന്നായി കലർന്നിരുന്നു. അപ്പോഴാണ് കയ്യിലിരുന്ന ഫോൺ വീണ്ടും ഉച്ചത്തിൽ ശബ്ദിച്ചത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് ആ പ്രിയപ്പെട്ട പേര്, അച്ഛൻ. കുറച്ചു നേരം ഫോൺ എടുക്കാൻ കഴിയാതെ അവൾ വിറങ്ങലിച്ചു നിന്നു. വിളി നിലച്ചു. എന്നാൽ നിമിഷങ്ങൾക്കകം വീണ്ടും വന്നു. ഒടുവിൽ വിറക്കുന്ന കൈകളോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് അച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ടതും ഇത്രയും നേരം ഉള്ളിലൊതുക്കി പിടിച്ച അവളുടെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ അവൾ മഴയത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. മകളുടെ ആ നെഞ്ചു പൊട്ടിയ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ടെന്ന് മാധവന് മനസ്സിലായി. അദ്ദേഹം മറ്റു ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഒരു കാര്യം മാത്രം വളരെ ശാന്തമായി പറഞ്ഞു. മോളെ, നീ എവിടെയാണെങ്കിലും അവിടെ തന്നെ നിൽക്കൂ. അച്ഛൻ ഇപ്പോൾ തന്നെ വരാം. ആ വാക്കുകൾ കേട്ടപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ദേവികയ്ക്ക് ഒരു വലിയ സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ആ കറുത്ത രാത്രിയിൽ തന്നെ മാധവൻ മകളെ കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. വീടിന്റെ വാതിൽ തുറന്നത് അമ്മയായിരുന്നു.
നനഞ്ഞു കുതിർന്ന് തളർന്നു നിൽക്കുന്ന ദേവികയെ ആ അവസ്ഥയിൽ കണ്ട നിമിഷം അമ്മ ഓടി വന്ന് മകളെ കെട്ടിപ്പിടിച്ചു. ഇത്രയും വർഷം എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല, സുഖമാണ് എന്ന് മാത്രം കള്ളം പറഞ്ഞിരുന്ന മകൾ അന്ന് ഒന്നും പറയാനാവാതെ അമ്മയുടെ നെഞ്ചിൽ തലവെച്ച് മണിക്കൂറുകളോളം കരഞ്ഞു. ആ വീട്ടിൽ ആരും അവളോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. കാരണം ചില കണ്ണുനീർ കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് എല്ലാ ഉത്തരങ്ങളും മനസ്സിലാകും. അടുത്ത കുറച്ച് ദിവസങ്ങൾ ദേവിക തൻ്റെ മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങിയില്ല. ജനലരികിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് ശൂന്യമായി നോക്കുന്നതായിരുന്നു അവളുടെ പതിവ്. അമ്മ സ്നേഹത്തോടെ പലതവണ ഭക്ഷണം കൊണ്ടുവച്ചെങ്കിലും കഴിക്കാൻ പോലും അവൾക്ക് തോന്നിയിരുന്നില്ല. സ്വന്തം ജീവിതം എന്നേക്കുമായി അവസാനിച്ചു പോയതുപോലെയായിരുന്നു അവളുടെ തോന്നൽ. ഒരു ദിവസം അച്ഛൻ അവളുടെ അടുത്തു വന്നിരുന്നു. അദ്ദേഹം അവളെ ഉപദേശിക്കാനോ ആശ്വസിപ്പിക്കാനോ മുതിർന്നില്ല. ആരെയും കുറ്റപ്പെടുത്തിയതുമില്ല. കുറച്ചു നേരം മൗനമായിരുന്ന ശേഷം വളരെ ശാന്തമായി പറഞ്ഞു, മോളെ, ജീവിതത്തിൽ ചില വാതിലുകൾ അടയുന്നത് അതിലും വലിയ നല്ല ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയാണ്. നീ വീണു പോകരുത്. ആ വാക്കുകൾ ദേവികയുടെ മനസ്സിൽ ആഴത്തിൽ തട്ടി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ഉച്ചയ്ക്ക് ദേവികയുടെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അറിയാതെ അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. കോളേജ് കാലത്തെ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ നീണ്ടുനിന്ന് സംസാരിച്ചു. സംസാരത്തിനിടയിലാണ് ദേവികയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സുഹൃത്ത് അറിയുന്നത്. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം അവൾ ഒരു കാര്യം നിർദ്ദേശിച്ചു. താൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ മലയാളം അധ്യാപികയുടെ ഒരു ഒഴിവുണ്ടെന്നും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വരണമെന്നും പറഞ്ഞു. ആദ്യം ദേവിക ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും ഒരു ക്ലാസ് മുറിയിലേക്ക് പോകാൻ അവളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. സ്വന്തം ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അവൾ. എന്നാൽ ആ രാത്രി അച്ഛൻ വീണ്ടും അവളോട് സംസാരിച്ചു. നിനക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ആത്മാഭിമാനവും കിട്ടിയത് എവിടെയാണോ അവിടേക്കാണ് നീ തിരികെ പോകേണ്ടത്. ആ വാക്കുകൾ ദേവികയുടെ തീരുമാനമായി മാറി. അടുത്ത ആഴ്ച വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ അവൾ ചെന്നു നിന്നു. അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ആ പഴയ ആത്മവിശ്വാസം എങ്ങോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എന്നാൽ പ്രിൻസിപ്പലുമായി സംസാരിച്ച ശേഷം അവൾ ആദ്യമായി അനുവദിക്കപ്പെട്ട ക്ലാസ് മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ നിമിഷം ഉള്ളിലിരുന്ന കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു, ഗുഡ് മോർണിംഗ് ടീച്ചർ. ആ ഒരൊറ്റ വിളി വർഷങ്ങളായി ഉള്ളിൽ മരിച്ചുപോയെന്ന് കരുതിയ ദേവികയുടെ മനസ്സിലെ അധ്യാപികയെ വീണ്ടും ഉണർത്തി. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുട്ടികൾക്ക് അത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെന്ന് മനസ്സിലായില്ലെങ്കിലും ദേവികയ്ക്ക് അറിയാമായിരുന്നു, താൻ വീണ്ടും തടവറ തകർത്ത് ദേവിക ടീച്ചറായി പുനർജനിച്ചിരിക്കുകയാണെന്ന്. അതേസമയം ചിറ്റൂരിലെ രഞ്ജിത്തിൻ്റെ വീട്ടിൽ കാര്യങ്ങൾ പഴയതുപോലെ സുഗമമായിരുന്നില്ല. ദേവിക പടിയിറങ്ങിപ്പോയതോടെ ആ വീട്ടിലെ സ്വാഭാവികമായ അന്തരീക്ഷമാകെ മാറി. അവൾ ദിവസവും നിശബ്ദമായി ചെയ്തിരുന്ന വീട്ടുജോലികൾ ചെയ്യാൻ ഇപ്പോൾ ആളില്ലാതായി. അമ്മായിയമ്മ ലളിതയ്ക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടായി. രഞ്ജിത്ത് ഓഫീസിൽ നിന്ന് തളർന്ന് മടങ്ങിയെത്തുമ്പോൾ ഒരിക്കൽ ചൂടോടെ മേശപ്പുറത്ത് കിട്ടിയിരുന്ന ഭക്ഷണം പല ദിവസങ്ങളിലും തയ്യാറായിരുന്നില്ല. എങ്കിലും ദേവികയെ വിളിച്ച് സംസാരിക്കാനോ തിരികെ കൊണ്ടുവരാനോ ഉള്ള ചിന്ത അവനിൽ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഓഫീസിൽ വെച്ച് അവൻ തൻ്റെ പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി. സംസാരത്തിനിടയിൽ കുടുംബത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം ചർച്ച വന്നപ്പോൾ സുഹൃത്ത് വളരെ സാധാരണമായി ഒരു കാര്യം പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ രഞ്ജിത്തെ, നിങ്ങൾ രണ്ടുപേരും കൃത്യമായി ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നതാണ് നല്ലത്. ആ വാക്ക് രഞ്ജിത്തിന്റെ മനസ്സിൽ എന്തോ ഒന്ന് ഉണർത്തി. വീട്ടിലെത്തിയ ശേഷം വർഷങ്ങൾക്ക് മുമ്പ് ദേവിക കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ ആശുപത്രി പരിശോധനയുടെ കാര്യം അവൻ ആദ്യമായി ഗൗരവത്തോടെ ഓർത്തു. കുറച്ചുനേരം ചിന്തിച്ച ശേഷം അവൻ ഒരു തീരുമാനത്തിലെത്തി. ഇനിയെങ്കിലും ഒരു വൈദ്യപരിശോധന നടത്തണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെ ഡോക്ടറുടെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു രഞ്ജിത്ത്. അവൻ്റെ പരിശോധനകളെല്ലാം പൂർത്തിയായിരുന്നു. ഡോക്ടർ കയ്യിലിരുന്ന മെഡിക്കൽ റിപ്പോർട്ട് തുറന്ന് വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും വായിച്ചു. തുടർന്ന് അദ്ദേഹം പതിയെ തല ഉയർത്തി രഞ്ജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളോട് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആശുപത്രിയിലെ ആ തണുത്ത മുറിയിൽ ഡോക്ടറുടെ മുന്നിലിരുന്ന രഞ്ജിത്തിൻ്റെ മുഖത്ത് വലിയൊരു ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ഭയപ്പെടാൻ ഒന്നുമില്ലെന്ന അഹങ്കാരവും തികച്ചും സാധാരണമായ ഒരു പരിശോധനാ ഫലം കേട്ട് തിരികെ മടങ്ങാമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവൻ്റെ മനസ്സിൽ. എന്നാൽ ഡോക്ടർ കുറച്ചുനേരം കയ്യിലിരുന്ന മെഡിക്കൽ റിപ്പോർട്ടിലേക്ക് വളരെ ഗൗരവത്തോടെ നോക്കിയിരുന്നു. ശേഷം അത് മേശപ്പുറത്തേക്ക് വെച്ച് രഞ്ജിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി.
ചില അടിസ്ഥാന പരിശോധനകളുടെ ഫലത്തിൽ കാര്യമായ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും കാണുന്നുണ്ടെന്നും ഇത്രയും വർഷമായി കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നതിന് കാരണം അതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൃത്യമായ വൈദ്യസഹായവും തുടർച്ചയായ ചികിത്സയും ഉറപ്പാക്കിയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണിതെന്നും ഡോക്ടർ പക്വതയോടെ ചൂണ്ടിക്കാണിച്ചു. ആ വാക്കുകൾ കേട്ട നിമിഷം രഞ്ജിത്തിന് ചുറ്റുമുള്ള ലോകം ഒന്നാകെ നിശ്ചലമായതുപോലെ തോന്നി. കുറച്ചുനേരം മുമ്പ് വരെ കയ്യിൽ ഉറപ്പിച്ചു പിടിച്ചിരുന്ന ആ പേപ്പർ അറിയാതെ അവന്റെ വിരലുകൾക്കിടയിൽ കിടന്ന് ചെറുതായി വിറക്കാൻ തുടങ്ങി. ഡോക്ടർ മെഡിക്കൽ ചികിത്സകളെക്കുറിച്ച് പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വാക്കുകളൊന്നും രഞ്ജിത്തിന്റെ ബോധത്തിലേക്ക് എത്തുന്നില്ലായിരുന്നു. അവന്റെ ചെവികളിൽ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ മുഴങ്ങി ശബ്ദിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വിതുമ്പിക്കൊണ്ട് ദേവിക പറഞ്ഞ ആ ഒരൊറ്റ വാചകമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ കൂടി ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധന നടത്തിയാൽ മതി. അന്ന് അഹങ്കാരത്തോടെ അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ അവളെ പരിഹസിച്ചു തള്ളിയ തനിക്ക് മുന്നിൽ ഇന്ന് അതേ സത്യം പിഴക്കാതെ റിപ്പോർട്ടിന്റെ രൂപത്തിൽ വാപ്പിളർന്ന് നിൽക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും രഞ്ജിത്തിന് സ്വന്തം കാറിൽ കയറാൻ കഴിഞ്ഞില്ല. അവൻ തളർച്ചയോടെ കുറച്ചുനേരം പാർക്കിംഗ് ഏരിയയിലെ മരത്തണലിൽ നിശ്ചലനായി നിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം തെറ്റിന്റെയും അഹങ്കാരത്തിന്റെയും ഭാരം അവൻ ഇത്രയും കഠിനമായി അനുഭവിക്കുന്നത്. കാറിന്റെ ഗ്ലാസിൽ പ്രതിഫലിച്ച് സ്വന്തം രൂപത്തിലേക്ക് നോക്കിയപ്പോൾ സ്വയം തിരിച്ചറിയാൻ പോലും അവന് കഴിഞ്ഞില്ല. ഇത്രയും വർഷം ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കയായ സ്വന്തം ഭാര്യയെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ക്രൂരമായി കുറ്റപ്പെടുത്തിയതും അവളുടെ നിശബ്ദമായ കണ്ണുനീർ കാണാൻ മനഃപൂർവ്വം മനസ്സു കാണിക്കാതിരുന്നതുമെല്ലാം അവന്റെ ഓർമ്മകളിലേക്ക് ഒന്നൊന്നായി കനൽ പോലെ തിരിച്ചെത്തി. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ലളിത പതിവ് പോലെ വാതിൽക്കൽ വന്ന് മകന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അന്ന് രഞ്ജിത്തിന്റെ മുഖത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം കടുത്ത അസ്വസ്ഥതയും ഇരുണ്ട ഭാവവുമായിരുന്നു. അവൻ ആരോടും അധികം സംസാരിച്ചില്ല. അമ്മ വിളമ്പിവെച്ച ഭക്ഷണം പോലും കഴിക്കാൻ മുതിരാതെ അവൻ നേരെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. മേശപ്പുറത്ത് വെച്ച ആ മെഡിക്കൽ റിപ്പോർട്ട് പലതവണ അവൻ കയ്യിലെടുത്ത് തുറന്നു നോക്കി. ഓരോ തവണ വായിക്കുമ്പോഴും ദേവികയുടെ വിതുമ്പുന്ന മുഖം മാത്രമാണ് അവന്റെ മനസ്സിലേക്ക് തള്ളി വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയ ദിവസം വലിയ പ്രതീക്ഷയോടെ ആ മെഡിക്കൽ റിപ്പോർട്ട് തനിക്ക് നേരെ നീട്ടിപ്പിടിച്ചിരുന്ന അവളുടെ മുഖം, ഒരു തവണയെങ്കിലും തന്നോട് ആശുപത്രിയിൽ പോകാൻ താണുവണങ്ങി അപേക്ഷിച്ചിരുന്ന അവളുടെ ഇടറിയ ശബ്ദം, എല്ലാം അവൻ വീണ്ടും വീണ്ടും ഓർത്തു. അവൾ അന്നെല്ലാം സത്യം മാത്രമാണ് പറഞ്ഞത്. അവൾ ഒരിക്കലും തന്നോട് വഴക്കുണ്ടാക്കാനോ തന്നിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ ശ്രമിച്ചിരുന്നില്ല. സത്യമെന്തെന്ന് രണ്ടുപേരും ഒരുപോലെ തിരിച്ചറിയാൻ മാത്രമാണ് അവൾ ആഗ്രഹിച്ചത്. എന്നാൽ താൻ അവൾക്ക് നൽകിയ മറുപടിയോ തികഞ്ഞ അപമാനവും അവിശ്വാസവുമായിരുന്നു. അന്ന് രാത്രി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി രഞ്ജിത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ ഇരുട്ടിലേക്ക് കണ്ണടച്ചു കിടന്നെങ്കിലും ഉറക്കം അവനിൽ നിന്ന് ഏറെ അകലെയായിരുന്നു. മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നത് തന്റെ വാക്കുകൾ താങ്ങാനാവാതെ ചെറിയൊരു ബാഗുമായി വീടിന്റെ പടിയിറങ്ങിപ്പോയ ദേവികയുടെ രൂപമായിരുന്നു. അന്ന് ഇറങ്ങിപ്പോയ നിമിഷത്തിൽ ഒരു വട്ടം പോലും അവളെ തടയാനോ പോകരുത് എന്ന് പറയാനോ അവൻ ശ്രമിച്ചിരുന്നില്ല. ആ ക്രൂരമായ ഓർമ്മ ഇപ്പോൾ അവന്റെ നെഞ്ചിൽ ഭാരമുള്ളൊരു കല്ല് പോലെ വന്ന് അമരുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ രഞ്ജിത്ത് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായില്ല. പകരം ഹാളിലെ സോഫയിൽ തളർന്ന് നിശബ്ദനായിരുന്നു. ദിവസവും കൃത്യസമയത്ത് ജോലിക്ക് പോകുന്ന മകന്റെ ഈ മാറ്റം ലളിതയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. കാര്യമെന്താണെന്ന് അല്പം പരിഭ്രമത്തോടെ ചോദിച്ച അമ്മയ്ക്ക് മുന്നിലേക്ക് രഞ്ജിത്ത് കയ്യിലുണ്ടായിരുന്ന പരിശോധനാ റിപ്പോർട്ട് നീട്ടി. ആദ്യമൊന്നും അവർക്ക് അതിലെ ഡോക്ടറുടെ കുറിപ്പടികൾ മനസ്സിലായില്ല. തുടർന്ന് ഡോക്ടർ തന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും രഞ്ജിത്ത് തികഞ്ഞ നിരാശയോടെ അമ്മയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. മകന്റെ വായിൽ നിന്ന് ഓരോ വാക്ക് കേൾക്കുന്തോറും ലളിതയുടെ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസവും അഹങ്കാരവും പതിയെ മാഞ്ഞു തുടങ്ങി. കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ ഇത്രയും വർഷം ഒരു പാവം പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത തങ്ങൾ ഒരിക്കൽ പോലും സത്യം അന്വേഷിക്കാൻ ശ്രമിച്ചില്ലല്ലോ എന്ന കടുത്ത തിരിച്ചറിവ് അവരെയും നിശബ്ദരാക്കി. ആ വീട്ടിലാകെ കനത്ത ഭാരമുള്ളൊരു മൗനം പടർന്നു പിടിച്ചു. ആ വിങ്ങിപ്പൊട്ടുന്ന മൗനത്തിനിടയിൽ രഞ്ജിത്ത് മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ദേവികയെ തനിക്ക് നേരിട്ട് കണ്ടേ മതിയാകൂ. അവളോട് ഇനി പറയാനുള്ളത് വെറും വാക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ആയുസ് മുഴുവൻ വൈകിപ്പോയ കണ്ണുനീരിൽ കുതിർന്നൊരു മാപ്പപേക്ഷയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കഥയുമായി വീണ്ടും കാണാം. നന്ദി.